ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടച്ചോറാണ്. വളരെ ഈസി ആയിട്ട് നമ്മൾ കുട്ടികൾക്ക് ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ചെയ്തതാണ്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ശകലം വെജിറ്റബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, 2 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് മുട്ടച്ചോറ്. വെജിറ്റബിൾസ് എല്ലാം നമുക്ക് ആദ്യമേ കട്ട് ചെയ്തെടുക്കാം. ഇന്ന് ക്യാരറ്റും കോവയ്ക്കയും മാത്രമേ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് ഞാൻ ചേർത്തത്. വേറെ പച്ചക്കറികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്യാം. കാരണം കറി വെച്ച് കഴിഞ്ഞാൽ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതുപോലെ ചോറിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, വാട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് കഴിച്ചോളും. രണ്ട് മുട്ടയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. പച്ചക്കറികളെല്ലാം നന്നായിട്ട് ആദ്യം വാട്ടിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആദ്യം സവോള ഇട്ട് വാട്ടണം. അത് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നന്നായിട്ട് വാടിയതിന് ശേഷം ബാക്കി പച്ചമുളക് വാടി കഴിഞ്ഞിട്ട് കോവയ്ക്കായും ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ചോറും വെജിറ്റബിൾസൊക്കെ ഇട്ട് ചോറൊന്ന് കുറച്ച് കളർഫുള്ളായിട്ടിരിക്കട്ടെ. കുട്ടികൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണിച്ചു ക്യാമറയിൽ ഓണാക്കിയില്ലായിരുന്നു. പച്ചക്കറികളെല്ലാം ഏകദേശം ഒരു വാടിയിട്ടുണ്ട്, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മുട്ട ഒഴിച്ചു കൊടുക്കണം. അത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയാണ്. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് മുട്ടയും കൂടെ ഒന്ന് വേകട്ടെ. അതിന് ശേഷം നമുക്ക് ചോറിടാം. ഞങ്ങളിത് കുക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി. അതുകൊണ്ട് ടോർച്ച് അടിച്ചടിച്ച് വെട്ടാണ് അതിൻ്റെ അകത്ത്. കുറച്ച് നേരത്തേക്കൊന്ന് കറണ്ട് പോയി.
ചോറിന് ആവശ്യത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടിരിക്കും. കറി ലീവ്സോ മല്ലിച്ചപ്പുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. വീട്ടിലുള്ള ചേരുവ വെച്ച് എല്ലാവരും എൻ്റെ ചാനലിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.